ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂലൈവ്. ഇന്നത്തെ ക്ലാസ് +2 കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അതായത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ലൈഫ് സ്പാൻ? What is lifespan? It is a period from birth to natural death of an organism. അവിടെ നമ്മൾ ഡിഫറെന്റ് ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാൻ കമ്പയർ ചെയ്തു അല്ലെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു സിംഗിൾ പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് മാത്രം മതി ഒരു യങ് വണ്ണിന് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ. ഗമീറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചില കേസസിൽ നടക്കാം, ചില കേസസിൽ ഇല്ലാതെയും നടക്കുന്നുണ്ട്. ആൻഡ് ദി യങ് വൺസ് ആർ ദ എക്സാക്ട് കോപ്പീസ് ഓഫ് ദ പാരന്റ് അല്ലെ. ഇത്രയായിരുന്നു നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് പറഞ്ഞിരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു ടു പാരന്റ്സ് ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്. വൺ ഈസ് മെയിൽ ആൻഡ് ദ അതർ വൺ ഈസ് ഫീമെയിൽ. And also involve the formation of gamete, male gamete and female gamete. അപ്പം ഈ ഒരു ഇതിൽ നമുക്കറിയാം ടു പാരന്റ്സ് വരുന്നുണ്ട്. സോ യങ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സാക്ട് കോപ്പീസ് ഓഫ് ദ പാരന്റ്സ് ആയിരിക്കില്ല. അവിടെ നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് എനിമൽസ് നോക്കി. അതിൽ നമ്മൾ നോക്കിയത് പല ടൈപ്പ് ഓർഗാനിസത്തിൽ നോക്കി. ഫസ്റ്റ് നമ്മൾ അമീബ ആൻഡ് പാരമീസി ആയിരുന്നു അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു ബൈനറി ഫിഷൻ ആണ് അവിടെ നടക്കുന്നത്. ദെൻ ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര ഏത് ടൈപ്പ് ആയിരുന്നു? ബഡ്ഡിംഗ് ആയിരുന്നു അവിടെ അല്ലെ. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിൽ ഉള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ പഠിച്ചു. അതേപോലെ ഫംഗസിലും സ്മോൾ ടൈപ്പ് പ്ലാന്റ്സ് ആൽഗൽ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിലും ഉള്ള അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ പറഞ്ഞു മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? സൂസ്പോസ് ആണ് അല്ലെ. അതിന് എക്സാമ്പിൾ പഠിച്ചത് ക്ലാമിഡോമോണാസ് ആയിരുന്നു. ദെൻ കൊണീഡിയ ഇൻ പെൻസിലിയം, ബഡ്സ് ഇൻ ഹൈഡ്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു ചെറിയൊരു പോർഷൻ കൂടിയുണ്ട്, ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മീൻസ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്. ബട്ട് ഇൻ പ്ലാന്റ്സിലാവുന്ന സമയത്ത് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാറില്ല. നമ്മൾ ഇവിടെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഗ്രൂപ്പിൽ വരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു സിംഗിൾ പാരന്റ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. അതേപോലെ യങ് വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാക്ട് കോപ്പീസ് ഓഫ് ദ പാരന്റ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ വരുന്ന സമയത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്ലാന്റ്സിലെ ചില വെജിറ്റേറ്റീവ് പാർട്സ് നിന്നാണ് യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് പാർട്സ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. വിച്ച് ആർ ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. നമുക്ക് ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റണ്ണർ, സെക്കൻഡ് വൺ ഈസ് റൈസോം, തേർഡ് വൺ ഈസ് സക്കർ, then fourth one is tuber, fifth one is offset, and sixth one is bulb. These are the vegetative propagules. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് പൊട്ടറ്റോ. പൊട്ടറ്റോയിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പൊട്ടറ്റോ കുറച്ച് ദിവസം വാങ്ങി വെച്ചിരുന്നാൽ ചില സമയത്ത് അതിൻ്റെ അകത്ത് നിന്ന് മുള പൊട്ടുന്നത് കാണാൻ പറ്റും അല്ലെ. ഇതിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയാം, ഐ ബഡ്സ്. ഈ ഐ ബഡ്സ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ന്യൂ വൺസ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾക്ക് ആ ഒരു പാർട്ടിൽ ഇനിയിപ്പോ സോയിൽ പ്രസൻസ് വരുന്ന സമയത്ത് അതിൽ നിന്ന് റൂട്ട് ജനറേറ്റ്
ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ജിഞ്ചർ. ജിഞ്ചറിലുള്ള ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിന്റെ നെയിമാണ് റൈസോം. അപ്പം ഇതിന്റെ എല്ലാം പേര് പഠിച്ചിരിക്കണം. ജിഞ്ചറിലാണെങ്കിൽ നമ്മൾ അതിനെ റൈസോം എന്ന് പറയുന്നു. നെക്സ്റ്റ്, ദ വെജിറ്റേറ്റീവ് പാർട്ട് ഇൻ അഗേവ് ഈസ് ബൾബിൾ. ദിസ് പാർട്ട് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് യങ് വൺസ്. ഇനി നെക്സ്റ്റ് ആണ് വാട്ടർ ഹാസിൻഡ്. വാട്ടർ ഹാസിൻഡ് ആണ് കുളവാഴ. It is otherwise known as terror of Bengal. And the vegetative part is called offset. അപ്പം ഓർത്തിരിക്കുക, വാട്ടർ ഹാസിൻഡിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് എന്താ പറയുന്നത്, ഓഫ്സെറ്റ്. ഈ വാട്ടർ ഹാസിൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് നിൽക്കുന്നത്, അതായത് മൂവിങ് വാട്ടറിലായിരിക്കില്ല. ആ ഒരു സമയത്ത് ഇതെന്ത് ചെയ്യും, റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമല്ല, ആ ഒരു വാട്ടറിലുള്ള മൊത്തം ഡിസോൾവ്ഡ് ഓക്സിജനെ ഇവരെന്തെയും അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ എന്ത് സംഭവിക്കും, വാട്ടർ ഡെഫിഷ്യൻസി ഉണ്ടാവും. വാട്ടർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് അക്വാട്ടിക് ഓർഗാനിസത്തെ, ഫിഷസ് പോലുള്ള അക്വാട്ടിക് ഓർഗാനിസത്തെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് ആണ് ഇപ്പം കൂടുതലായിട്ടും നമ്മുടെ ഗാർഡനേഴ്സും അതുപോലെ തന്നെ ഫാമേഴ്സും യൂസ് ചെയ്യുന്നത്. അവരെ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഈൽഡ് കിട്ടും. അതുകൊണ്ട് കൂടുതലായിട്ടും ഇപ്പോൾ ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൽ ഒറിജിൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, നോഡ്സ് ആണ് അല്ലെ. നമ്മൾ ഒരു ജിഞ്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാംബുവിന്റെ കേസ് എടുക്കുകയാണെങ്കിലും എല്ലാം നമുക്കറിയാം അവിടെ പ്ലാന്റ്ലെറ്റ്സ് എറൈസ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നോഡ്സിലാണ്. ആ നോഡ്സിൽ പിന്നെ സോയിലിന്റെ പ്രസൻസ് വരുന്ന സമയത്ത് റൂട്ട് മെല്ലെ ഫോം ചെയ്യാൻ തുടങ്ങും. അതെന്തെയും ഒരു യങ് പ്ലാന്റ് ആയിട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. ഇത്രയും കാര്യം ആ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഓർത്തിരിക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ബിക്കോസ് നമ്മൾ ആ ഒരു പ്ലാന്റ്സിന്റെ കേസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മൾ റീസൺ പറഞ്ഞു, കാരണം ഇവിടെയും ഒരു സിംഗിൾ പാരന്റ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. അതേപോലെ യങ് വൺസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് കോപ്പീസ് ഓഫ് ദ പാരന്റ്സ് ആണ് അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ ഓരോ എക്സാമ്പിൾസും അതിന്റെ വെജിറ്റേറ്റീവ് പാർട്സും കൂടി ഓർത്തിരിക്കാം. ഇനി നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമുക്കറിയാം ഏതൊരു ഓർഗാനിസത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിലും അത് സെക്ഷലി റീപ്രൊഡ്യൂസ് ആവുന്നതിന് മുമ്പ് കുറച്ച് ഡെവലപ്മെന്റ് പീരീഡ് ഉണ്ട്. അതിന്റെ ഗ്രോത്ത് മെച്ചുവേർഡ് ആവുന്ന ആ ഒരു ടൈം, ദാറ്റ് പീരീഡ് ഈസ് കോൾഡ് ജുവനൈൽ ഫേസ്. പ്ലാന്റ്സിനാണെങ്കിൽ നമ്മൾ അവിടെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നു. All organisms have to reach a certain stage of growth and maturity in their life before they can reproduce sexually. That period of growth is called juvenile phase. Juvenile phase in the last ആകുമ്പോൾ reproductive phase start ചെയ്യും. റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മാർക്കാണ് ഫ്ലവറിങ്. നമ്മൾ പ്ലാന്റ്സിലാണെങ്കിൽ ഫ്ലവറിങ് ആണ് ഉണ്ടാവുക, എനിമൽസിലാണെങ്കിൽ കൂടുതലും എഗ് ലേയിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് നമുക്കറിയാം എല്ലാ പ്ലാന്റ്സിലും ഒരേപോലെ അല്ല വരുന്നത്. ചില പ്ലാന്റ്സിന്റെ അകത്തേക്ക് ത്രൂ ഔട്ട് ഇയർ എന്തായിരിക്കും ഈ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റും. ചില പ്ലാന്റ്സിൽ സീസണൽ ആയിരിക്കും അല്ലെ. നമുക്ക് ബാംബുവിന്റെ ഒക്കെ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ലൈഫ് ടൈം ഓൺലി വൺസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവര് ഫ്ലവറിങ് ചെയ്യുള്ളൂ. അതേപോലെ നമുക്ക് സ്ട്രോബലാന്തസ് കുന്തിയാന, നീലക്കുറിഞ്ഞിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. അത് 12 ഇയർ ഇന്റർവെല്ലിൽ മാത്രമേ അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ അവിടെ ടൂറിസ്റ്റ് ഒക്കെ കൂടുതൽ വരാനുള്ള കാരണം. ഇതേപോലെയാണ് ഓരോ പ്ലാന്റ്സിന്റെയും കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികവും സീസണൽ ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എനിമൽസ്, നമ്മൾ ബേർഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബേർഡ്സിന്റെ കേസ് നമുക്കറിയാം മിക്ക ബേർഡ്സും
അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ സീസണൽ ആണ്. ഒരു പ്രത്യേക ഓരോ വർഷവും ഒരു പ്രത്യേക മന്ത് അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ അത് കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പം ഈ ഒരു പോൾട്രി ഫാംസിലൊക്കെ നമ്മളിപ്പോ കോഴിമുട്ട ഉണ്ട് അല്ലെ, ഈ ഒരു അവര് ഡെയിലി ത്രൂ ഔട്ട് ഇയർ കണ്ടിന്യൂസ് ആയിട്ട് എഗ് ലേയിങ് ആണ്. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ റീപ്രൊഡക്ഷൻ. അതൊരു കമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടി അതേപോലെ ചെയ്യുന്നേ ഉള്ളൂ. അത് റീപ്രൊഡക്ഷനായിട്ട് കണക്ഷൻ ഉണ്ട്. പ്ലാസന്റൽ മാമൽസിന്റെ ഫീമെയിൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസ് ആവുന്ന സമയത്ത് അവരുടെ ഓവറിയുടെ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ആക്സസറി ഡെത്ത്സ്, ഹോർമോൺസ്, ഇതിലെല്ലാം സൈക്ലിക്കലായിട്ട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് ഫേസ് ആവുന്ന സമയത്ത് പ്ലാസന്റൽ മാമൽസിലെ ഫീമെയിൽസില് അവരുടെ ഓവറിയുടെ ആക്ടിവിറ്റീസിൽ ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോൺസിൽ ചേഞ്ചസ് ഉണ്ടാവും, ആക്സസറി ഡെത്ത്സിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഇത്തരം സൈക്ലിക്കൽ ചേഞ്ചസ് എല്ലാം എവിടെ ഉണ്ടാവും? റീപ്രൊഡക്റ്റീവ് ഫേസ് വരുന്ന സമയത്ത് വരും. അപ്പം ഈ ഇത്തരം സൈക്ലിക് ചേഞ്ചസ് നമ്മുടെ നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ, നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഡോഗ്, ഷീപ്പ്, കൗ, ടൈഗർ, ഇതേപോലുള്ള ഓർഗാനിസത്തിലാണെങ്കിൽ ഇത്തരം ചേഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അതേസമയം പ്രൈമേറ്റ്സിലാണെങ്കിൽ നമ്മൾ ഒരു പ്രൈമേറ്റ് ആണ് അല്ലെ, അതേപോലെ മങ്കീസ്, ഏപ്സ്, ഇത്തരം ഗ്രൂപ്പ്സിലാണെങ്കിൽ ദീസ് സൈക്ലിക് ചേഞ്ചസ് ആർ കോൾഡ് മെൻസ്ട്രൽ സൈക്കിൾ. നമുക്കറിയാം മിക്ക ഓർഗാനിസത്തിന്റെ, അത് നാച്ചുറൽ ആയിക്കോട്ടെ വൈൽഡ് കണ്ടീഷനിൽ ജീവിക്കുന്ന ഓർഗാനിസം ആയിക്കോട്ടെ, മാമൽസ് ആയിക്കോട്ടെ, അവരുടെ ഈ ഒരു സൈക്ലിക് ചേഞ്ചസ്, റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ള സൈക്ലിക് ചേഞ്ചസ് നടക്കുന്നത് ഒരു പ്രത്യേക സീസണിലായിരിക്കും. അവർക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ള സീസൺ, ആ ഒരു ഫേവറബിൾ സീസണിലായിരിക്കും ഇത്തരം ചേഞ്ചസ് എല്ലാം റീപ്രൊഡക്റ്റീവ് ഫേസിൽ നടക്കുന്നത്. അത്തരം ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ്. എന്നാൽ മറ്റു ചില മാമൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഫുള്ളി റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. അപ്പം അത്തരം ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. അപ്പൊ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്നത് ഓൺലി സീസണൽ ആയിരിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്? ഇപ്പൊ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫേവറബിൾ സീസണിൽ മാത്രമേ അവര് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുള്ളൂ. മറ്റുള്ള കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആവട്ടെ എന്തായിരിക്കും, അവര് അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഫുൾ ടൈം എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ലൈഫ് സ്പാന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ദാറ്റ് ഈസ് സെനസൻസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ്. അപ്പം ഈ ഒരു ഫേസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ഓവറോൾ ആക്ടിവിറ്റീസ് എല്ലാം എന്തെങ്കിലും സ്ലോ ഡൗൺ ചെയ്യും. ദെൻ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം. അപ്പം ഇത്രയാണ് നമ്മുടെ ലൈഫ് സ്പാനിലുള്ള 3 ഫേസസ്. First one, juvenile phase or vegetative phase, and the second one is reproductive phase, and the third one is senescence or old phase. ഈ ഒരു ട്രാൻസിഷൻ, അതായത് ജുവനൈൽ ഫേസിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലോട്ടും റീപ്രൊഡക്റ്റീവ് ഫേസിൽ നിന്ന് ഒരു ഓൾഡ് ഏജ് ഫേസിലോട്ടുമുള്ള ട്രാൻസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. അല്ലെങ്കിൽ ഇതിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ആണ്. ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് പറഞ്ഞു. ആൻഡ് ഡിഫറെന്റ് ഓർഗാനിസത്തിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ പഠിച്ചത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരുന്നു. ആൻഡ് ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് സ്പാൻ അല്ലെ. നമ്മുടെ ലൈഫ് സ്പാനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുവനൈൽ ഫേസ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റീപ്രൊഡക്റ്റീവ് ഫേസ്, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഒരു ഓർഗാനിസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫേസ് ആണ് ഓൾഡ്. ഈ ഓൾഡ് ഏജ് ആണ് നമ്മുടെ ഡെത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെറ്റബോളിക് റേറ്റും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം സ്ലോ ആവും, നമ്മുടെ ബോഡി ഫുൾ എന്തെയും വീക്ക് ആവും, അങ്ങനെ നമ്മളെ ഡെത്തിലോട്ട് നയിക്കും. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.